ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് ഒന്ന് അനാലിസിസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ലേ എന്നുള്ള ധാരണയൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ധാരണയിൽ എത്തിയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു കട്ട് ഓഫ് അല്ലേ, എത്ര നമുക്ക് എന്തിനെ പറ്റി പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നത് ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനേഷൻസിന്റെ പൊതുവെയുള്ള എല്ലാവരുടെയും എന്താണ് നിഗമനം അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെയൊക്കെ എങ്ങനെയായിരുന്നു റിയാക്ഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഈ പറയുന്ന എക്സാം അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ എന്ന് പറയുന്നത് മെയ് 23 എന്ത് ചെയ്ത് എക്സാമിനേഷൻ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. PSC നടത്തിയ പരീക്ഷയിൽ പൊതുവിജ്ഞാന മേഖലയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാര്യമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിലും സയൻസ് ഉൾപ്പെടെ മറ്റു മേഖലകളിൽ നിന്നുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ഗണിതം, മലയാളം ചോദ്യഭാഗങ്ങൾ ശരാശരിക്കാരെ എന്ത് ചെയ്തില്ല, വരച്ചില്ല. എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ഈ മേഖലയിൽ 1-2 ചോദ്യങ്ങൾ മാത്രമായിരുന്നു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സംശയങ്ങൾ ഉളവാക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളകത്ത് ഉണ്ടായിരുന്നു അല്ലെ. ചിലർ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന വളരെ ചുരുങ്ങിയ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ നന്നായി തയ്യാറെടുപ്പ് നടത്തിയവർക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പ് വിഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പ് വിഭാഗം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് തലേന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നോക്കിക്കൊണ്ട് പോയ ആളുകൾക്കും അല്ലെ, സ്പെഷ്യൽ ടോപ്പിക് അത്യാവശ്യം നല്ലപോലെ പഠിച്ചു പോയ ആളുകൾക്കും പൊതുവെ നമ്മൾ ഈ പറയുന്ന പരീക്ഷ കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് ചോദിച്ച സ്ഥിതിക്ക് അവർ പറഞ്ഞത് പൊതുവേ ഉള്ള ആളുകൾക്ക് ഏകദേശം 10-20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് 10-15 മാർക്കിന് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, 15 മാർക്കിൽ കൂടുതൽ തന്നെ ഏറെക്കുറെ ആളുകളെല്ലാം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. പ്രീവിയസ് ചോദ്യമൊക്കെ എടുത്ത് വെച്ച് പഠിച്ച ഉദ്യോഗത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് അത്യാവശ്യം ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളിലേക്ക് കൈവെക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതായിരുന്നു അല്ലേ. ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പ് വിഭാഗത്തിൽ ചോദിച്ചവയിൽ കൂടുതലും PSC പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തര സൂചികയിൽ ചില ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, തെറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഈ പറയുന്ന ചില ചോദ്യങ്ങളെ തെറ്റും അതേപോലെ സംശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, PSC അത് പരിഗണിക്കും അല്ലേ, പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഏകദേശം 47-57 മാർക്കിന്റെ അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കട്ട് ഓഫ് വരുമെന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾ പറയുക, നിങ്ങൾ ഏകദേശം എത്രത്തോളം കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പലരും ഈ പറയുന്ന പരീക്ഷ അപ്പിയർ ചെയ്യുന്നത് പല രീതിയിലാണ്. ചിലരെന്ന് പറയുന്നത് ചിലർക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ റിയാക്ഷൻ ഒക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് പലരും പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന ചില ഉദ്യോഗാർത്ഥികളും അവർ വെറുതെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് എക്സാമിനേഷൻ എഴുതിയവരും ഉണ്ട്, അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷിത കട്ട് ഓഫ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ കമന്റായിട്ട് അറിയുക. അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് കമന്റിൽ അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഊഹം പറയുകയാണെങ്കിൽ തന്നെ ഒരു 55-56 മാർക്ക് അടുപ്പിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കിട്ടിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം അല്ലേ. നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 55 മാർക്ക് കിട്ടിയവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ പറയുന്ന ബാക്കിയുള്ള ഫിസിക്കൽ മറ്റു ട്രെയിനിങ്ങിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം PSC ഭാഗത്ത് ഒരുപാട് സുപ്രധാനപരമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കേരള സർക്കാർ ഈ ഒരുപാട് റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ കാലാവധി എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സുപ്രധാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയം കൂടിയാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിനെ കഴിഞ്ഞു അല്ലെ. ഇനി ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനെയും അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിളിലേക്ക് എക്സാമിനേഷൻ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻസ് നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെ. കാരണം ഒരുപാട് പ്രതീക്ഷയുള്ള വർഷം കൂടിയാണ് നമ്മൾ. കാരണം ഈ പറയുന്ന ഇത് ഒരുപാട് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ഇനി വരുന്ന നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് വരുമെന്നും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞ എല്ലാ വർഷങ്ങളിലും ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ അതേപോലെ തന്നെ എക്സൈസ് ആയിക്കോട്ടെ അങ്ങനെ വിവിധ യൂണിഫോം തസ്തികകളിലേക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരാറുള്ളതാണ്. അപ്പം ഇനി വരാൻ വേണ്ടി പോകുന്ന യൂണിഫോം തസ്തികകളിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ CPOയ്ക്ക്, WCPOയ്ക്ക്, ഫോറസ്റ്റിന്, സിവിൽ എക്സൈസിന്, ഫയർ റെസ്ക്യൂ ഓഫീസറിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പഠനം ഇപ്പോഴേ തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ട്, എങ്ങനെയാണ് ക്ലാസ് പോകുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ, എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് എന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് PSC ഉദ്യോഗത്തെ സംബന്ധിച്ച് അവൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു വർഷമായിട്ടാണ് പൊതുവെ കണക്കാക്കാറുള്ളത് അല്ലെ ഈ വരുന്ന വർഷം എന്ന് പറയുന്നത്. അപ്പൊ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തയ്യാറെടുക്കുക. അപ്പം ഇതുകൊണ്ട് തീർന്നില്ല.
ഓക്കെ, ഇനി ഒരുപാട് പരീക്ഷകളുണ്ട്. അപ്പം നിങ്ങൾ ഈ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ കഴിഞ്ഞു ഇനി പ്രധാനമായിട്ടും ഈ പറഞ്ഞ മറ്റു പരീക്ഷയിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ രീതിയിലല്ല നിൽക്കേണ്ടത്. ഇനി ഫയർ റെസ്ക്യൂ ഓഫീസറിന്റെയും CP ഒക്കെ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക കേട്ടോ. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വന്നിരുന്നത് അതേ രീതി അതേ ഫ്ലോയിൽ നിർത്താതെ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.